ഇപ്പോൾ അഡ്വക്കേറ്റ് എ ജയശങ്കർ ടെലിഫോൺ ലൈനിലുണ്ട്. ശ്രീ ജയശങ്കർ, എം വി ഗോവിന്ദൻ കുറെ മാധ്യമ വിമർശനമൊക്കെ നടത്തിയതിനിടയിൽ പറഞ്ഞത് ഞങ്ങൾക്കിപ്പം ഇതൊരു പ്രചാരണമായി ക്യാമ്പ്, അതായത് സമ്മേളനം നടക്കുന്നുണ്ടല്ലോ, അതിപ്പോൾ നാലാൾ അറിയാൻ ഇടയായി ഈ മാധ്യമ വാർത്ത കൊണ്ടെന്നുള്ള പരിഹാസവുമുണ്ട് മാധ്യമങ്ങൾക്ക് നേരെ ഈ വാർത്ത നൽകിയതിന്. ഇത് ഈ നടു റോട്ടിൽ കൊണ്ടുപോയി പന്തൽ കെട്ടുന്നത് അറിയാത്തതുകൊണ്ടൊന്നുമല്ല, എന്തായാലും അത് പ്രശ്നമാണ്, നടു റോഡാണെന്നുള്ള കൃത്യമായി അറിഞ്ഞുകൊണ്ട് തന്നെ ചെയ്യുന്നതാണല്ലോ, അതും പോലീസ് സ്റ്റേഷനെയും കോടതിയുടെ ഒക്കെ മുൻപിൽ. ഇത് എന്ത് തരത്തിലുള്ള അധികാരവും ധാർഷ്ട്യവുമാണ്? ഏത് കമ്മ്യൂണിസത്തിലാണ് ഇക്കാര്യങ്ങൾ, ഈ തരത്തിലുള്ള നീക്കങ്ങളും ഇടപെടലുകളും രേഖപ്പെടുത്തിയത്? ഇത് കമ്മ്യൂണിസം അല്ല, ശുദ്ധമായ ഗുണ്ടായുസമാണ്. ഭരണമുണ്ട് എന്നുള്ളതിന്റെ ധാർഷ്ട്യമാണ് സഖാക്കൾ. ഇവിടെ മാത്രമല്ല, എല്ലാ സ്ഥലത്തും നടു റോഡിൽ സമ്മേളനം നടത്തുന്നുള്ളതല്ല, എല്ലാ രംഗങ്ങളിലും മനുഷ്യ ജീവിതത്തിന്റെ സമസ്ത മേഖലകളിലും സഖാക്കൾ ഈ ധാർഷ്ട്യത്തോടിട്ടാണ്, ഈ ധിക്കാരത്തോടിട്ടാണ്, ജനവികാരത്തോടുള്ള പരമമായ പുച്ഛത്തോടും പരിഹാസത്തോടും കൂടിയിട്ടാണ് പ്രവർത്തിക്കുന്നത്. ഇന്നലെ വഞ്ചൂരിൽ റോഡ് മുടങ്ങിയതിൽ കോൺഗ്രസ്സുകാരും ബി ജെ പിക്കാരും മാത്രമല്ലല്ലോ, CPM-കാരും ഇല്ലേ, മരുന്ന് മേടിക്കാൻ പോകുന്ന ആളുകൾ CPM-കാരില്ലേ, CPI-കാരില്ലേ, പാർട്ടി അനുഭാവികളില്ലേ, സഹയാത്രികരില്ലേ, അവരെല്ലാവരും ഈ ബുദ്ധിമുട്ട് അനുഭവിച്ചില്ലേ, മാധ്യമപ്രവർത്തകർ മാത്രമല്ലല്ലോ. അപ്പൊ ഇത് എന്തുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് വെച്ചാൽ ഈ വോട്ട് ചെയ്ത ജനങ്ങളോടുള്ള പരമമായ ധിക്കാരമാണ്. നിങ്ങൾ വോട്ട് ചെയ്ത് ജയിപ്പിച്ചോടി ഇനി ഞങ്ങൾക്ക് എന്തും ചെയ്യാനുള്ള ലൈസൻസ് ആണ് കിട്ടിയിട്ടുള്ളത്, 5 കൊല്ലം ഞങ്ങൾക്ക് തോന്നിയ പോലെ ഭരിക്കും, നിങ്ങൾക്ക് സൗകര്യം ഉണ്ടെങ്കിൽ സഹിച്ചാൽ മതി, അല്ലെങ്കിൽ നാട് വിട്ട് പോയിക്കോ എന്നാണ് ഈ പറഞ്ഞതിന്റെ ഏറ്റവും ലളിതമായ മിതമായ അർത്ഥം. ഇത്രേ ഉള്ളൂ. വട്ടിയൂർക്കാവിലും നേമത്തും ഒക്കെ ആളുകൾ വോട്ട് ചെയ്ത് ജയിപ്പിച്ചില്ലേ, തിരുവനന്തപുരത്തും തിരുവനന്തപുരത്ത് ജയിച്ച ആളാണല്ലോ ഗതാഗത മന്ത്രിയായത്. അദ്ദേഹം ഈ ചട്ടലംഘനം നടത്തുന്നവരെ പിടിക്കാൻ AI ക്യാമറ വെച്ച് ഓർമ്മയില്ലേ, ഇദ്ദേഹത്തിന്റെ AI ക്യാമറയിൽ ഈ ചട്ടലംഘനം പറ്റത്തില്ല. കാരണം എന്താ, ഇത് പാർട്ടിക്കാരാണ് നടത്തിയത്. ഇന്ന് കാലത്ത് മാതൃഭൂമി പത്രത്തിൽ ഞാൻ ഇവിടെ ഒരു ചെറിയ കൗതുക വാർത്ത കൂടി വായിച്ചു. ഇങ്ങനെ ചട്ടം ലംഘിച്ച് നട റോഡിൽ സമ്മേളനം നടത്തിയതിന് കണ്ടാലറിയാവുന്ന 500 പേരുടെ പേരിൽ കേസെടുത്തു. അപ്പൊ ഈ ഗോവിന്ദൻ മാഷിനെ ഏരിയ സെക്രട്ടറി, ജില്ലാ സെക്രട്ടറി ഒന്നും പോലീസുകാർക്ക് കണ്ടാലറിയില്ല. അതെന്തുകൊണ്ടാണ് അവരെ കണ്ടാൽ മനസ്സിലാവാത്തത്? ആ കാര്യം കൊണ്ട് അന്വേഷിക്കുന്നുണ്ട്. ഇവിടെ മുഖ്യമന്ത്രിയല്ല ആഭ്യന്തര വകുപ്പിന്റെ ചാർജ് വഹിക്കുന്നത്, അദ്ദേഹത്തിന്റെ മൂക്കിന് താഴെയല്ലേ ഈ സംഭവം നടന്നത്, വഞ്ചൂർ കോടതിയുടെ മുമ്പിലല്ലേ ഈ സംഭവം നടന്നത്. എന്നിട്ട് എന്തുകൊണ്ടാണ് ഈ രീതിയിലുള്ള പ്രതികരണം ഉണ്ടാകുന്നത്? ഇത് വല്ല കേരളത്തിന്റെ വടക്കേറ്റത്ത് മഞ്ചേശ്വരത്തോ അല്ലെങ്കിൽ പയ്യന്നൂരോ തളിപ്പറമ്പിലൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ ആളുകൾ അറിയില്ല, ശ്രദ്ധിച്ചില്ല, മാധ്യമ ശ്രദ്ധ കിട്ടിയില്ല എന്ന് പറയാം, അല്ലെങ്കിൽ ഗതാഗതം കുറവായ റോഡിലാണെന്ന് പറയാം. ഇതങ്ങനെയല്ലല്ലോ. ഭരണസിരാ കേന്ദ്രമായ തിരുവനന്തപുരം സെക്രട്ടേറിയറ്റിൽ നിന്ന് വിളിച്ചാൽ കേൾക്കുന്ന ദൂരത്ത് വഞ്ചൂർ കോടതിയുടെ നേരെ മുമ്പിൽ ഇതുപോലൊരു തോന്നിവാസം, ഇതുപോലൊരു ധിക്കാരം നടക്കുമ്പോൾ എന്തുകൊണ്ടാണ് നീതിപീഠം കണ്ണടക്കുന്നത്? സത്യം പറഞ്ഞാൽ ഹൈക്കോടതിക്ക് ഒരു ഉത്തരവാദിത്വമില്ലേ? ഇവരുടെ പേരിൽ സ്വമേധയാ കേസെടുക്കണ്ടല്ലേ, കോടതി ലക്ഷ്യത്തിന് നടപടി എടുക്കണ്ടല്ലേ? പാതയോരത്ത് പൊതുയോഗം നിരോധിച്ച നാടാണ് നമ്മുടെ, ഇല്ലേ? പാതയോര പൊതുയോഗം നിരോധിച്ച ഹൈക്കോടതി ഇവിടെ ഉണ്ട്. ആ ഹൈക്കോടതിക്ക് ഹൈക്കോടതിയുടെ കൺമുമ്പിൽ അല്ലെങ്കിൽ വഞ്ചൂർ കോടതിയുടെ മുമ്പിൽ സംഭവം നടക്കുന്നു. എന്താണ്? പാതയോരത്തല്ല പൊതുയോഗം, പാതയുടെ നടുവിൽ പൊതുയോഗം നടക്കുന്നു. അത് അതിന് ഒരു ഉത്തരവാദിത്വം ഇല്ലേ? തീർച്ചയായിട്ടും ഹൈക്കോടതി സ്വമേധയാ കോടതി ലക്ഷ്യ കേസെടുത്ത് ഈ ഏരിയ സെക്രട്ടറിയും ജില്ലാ സെക്രട്ടറിയും ഗോവിന്ദൻ മാഷ് അടക്കമുള്ള ആളുകളെ കോടതിയിൽ വിളിച്ചു വരുത്തി അവരെ ബെഞ്ചിൽ ബഹുമാനിക്കേണ്ടതാണെന്നാണ് എന്റെ അഭിപ്രായം.